അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം ഇതിനായിട്ട് ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇഡലി തട്ടും വെച്ചുകൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു തേങ്ങ രണ്ടായിട്ട് മുറിച്ചത് വെച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചു കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ചു കൊടുക്കാം. തേങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് നിലക്കടല ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ പച്ച നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്തെടുത്ത നിലക്കടല എടുക്കാം. പച്ച നിലക്കടല ആയതുകൊണ്ട് ഒരു 2-3 മിനിറ്റ്, ഒരു 3 മിനിറ്റ് എങ്കിലും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ സാധാരണ നമ്മൾ റോസ്റ്റ് ചെയ്ത നിലക്കടല ആണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് ഒക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പൊ നമ്മൾ നിലക്കടല റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റായി. 3-4 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നല്ല ചൂടാണ്. ചൂട് മാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ നിലക്കടലയുടെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിന്റെ തൊലിയൊക്കെ നമുക്കൊന്ന് മാറ്റാം. ഇപ്പൊ നിലക്കടലയുടെ തോലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി തോല് മാറ്റിയ നിലക്കടല ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടാം. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 4 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്ക ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ തൊണ്ട് മാറ്റിയിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതി. ഏലക്ക ആയതുകൊണ്ടാണ് ഈ നിലക്കടല പൊടിച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് പൗഡർ പരുവത്തിന് പൊടിക്കരുത്. ചെറിയ ചെറിയ തരികളോടുകൂടി പൊടിച്ചെടുക്കാം. നിലക്കടല പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കുന്ന സമയത്ത് ഇതുപോലെ തരികളായിട്ടുണ്ടാവണം. ആ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാനായിട്ട്. പക്ഷെ നിലക്കടല മുഴുവനും പൊടിഞ്ഞു കിട്ടുകയും വേണം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുവാനും പാടില്ല. ഇപ്പം നമ്മൾ തേങ്ങ ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഈ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ തേങ്ങ ചൂട് മാറാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് മാറ്റി വെക്കാം. ജസ്റ്റ് ഇതിന്റെ ചൂട് മാറിയതിനു ശേഷം ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിന്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ സൈഡൊക്കെ ഇതുപോലെ കത്തിയുണ്ട് ഒന്ന് വിടിയിച്ചു കൊടുക്കാം. പെട്ടെന്ന് ഈസി ആയിട്ട് വിട്ട് വന്നോളൂ. ഇതുപോലെ തന്നെ അടുത്തതും ചെയ്തിട്ടെടുക്കും. ചിരട്ടയിൽ നിന്നും ഈസി ആയിട്ട് തേങ്ങ വിട്ട് വന്നിട്ടുണ്ട്. ചിരകിയെടുക്കാൻ മടി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇഡലി ചെമ്പിൽ വെച്ചിട്ട് ആവിയേറ്റിയെടുത്ത് തേങ്ങ ഇതുപോലെ ചിരട്ടയിൽ നിന്നും പെട്ടെന്ന് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാവുന്നതാണ്. തേങ്ങ ചിരകിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. ഞാൻ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകാനുള്ള മടി കൊണ്ടാണ് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതിന്റെ പുറത്തെ തൊലി ഒരു കത്തി ഉണ്ടോ അല്ലെങ്കിൽ ഒരു പീലർ ഉണ്ടോ നമുക്കൊന്ന് ചെത്തി മാറ്റാം. ചെത്തി മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ തൊലി ഇങ്ങനെ ചെത്തി മാറ്റാം. അപ്പൊ ആ തൊലിയൊക്കെ ഒന്ന് ചെത്തി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ തേങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ തേങ്ങ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് തേങ്ങ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചിരകി എടുക്കുന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് ഒരുപോലെ തേങ്ങ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് 2 പ്രാവശ്യമായിട്ട് തേങ്ങ പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ചെറിയ ഒരു ക്വാണ്ടിറ്റിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഈ വീഡിയോക്ക് ആവശ്യമുള്ള അത്രയും ക്വാണ്ടിറ്റി മാത്രമാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഇതുപോലെ കുറച്ചധികം തേങ്ങ എടുത്തിട്ട് ഇഡലി ചെമ്പിൽ വെച്ച് ആവിയേറ്റി ഇതുപോലെ തേങ്ങയുടെ ആ സ്കിന്നൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. കുറേ അധികം നമുക്ക് സമയം ലാഭിക്കാനും പറ്റും. തേങ്ങ ചിരകി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തേങ്ങ വേവിച്ചെടുത്തുകൊണ്ട് ആ തേങ്ങയുടെ നമ്മൾ ചിരകിയെടുത്ത അതേ തേങ്ങയുടെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഉള്ളത്. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂണോ 2 ടീസ്പൂണോ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടാവട്ടെ. ഇപ്പൊ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബദാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ബദാം ഇല്ലാന്നുണ്ടെങ്കിൽ കശുവണ്ടി മാത്രം എടുത്താലും മതി. 1 ടേബിൾ സ്പൂൺ വീതം എടുത്താൽ മതിയാവും. ചെറുതായിട്ട് ഇതൊന്ന് മൂത്ത് വരട്ടെ. ചെറുതായിട്ട് ഇതിന്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കളറിലുള്ള ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു കളർ എടുത്താലും മതി. ഈ ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരട്ടെ.
ഉണക്കമുന്തിരിയും ബദാമും കശുവണ്ടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. നെയ്യ് കുറച്ചായത് കൊണ്ടാണ് പെട്ടെന്ന് അങ്ങ് വീർത്ത് വരാത്തത്. ഇപ്പൊ ഇതാ ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇത് നെയ്യിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ കശുവണ്ടിയും അതുപോലെ ബദാമും ഉണക്കമുന്തിരിയും റോസ്റ്റ് ചെയ്തിട്ട് ബാക്കി വന്ന നെയ്യിലേക്ക് നമുക്ക് പൊടിച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്ക് 2 കപ്പ് ചിരകിയ തേങ്ങയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത തേങ്ങ മുഴുവനും ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയുടെ വെള്ളത്തിന്റെ നനവൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇപ്പോൾ 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് തേങ്ങയുടെ വെള്ളത്തിന്റെ നനവൊക്കെ മാറി നല്ലോണം ഡ്രൈ ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഓർഗാനിക് ശർക്കരയാണ്. ഇതിൽ കല്ലും മണ്ണും അഴുക്കൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ എടുക്കുന്ന സമയത്ത് കല്ലും മണ്ണും ഒന്നുമില്ലാത്ത നല്ല ശർക്കര നോക്കി എടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ ശർക്കരയും കൂടെ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച നിലക്കടല മുഴുവനും ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. ഇനി ഒരുപാട് സമയം ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ ഒരു സമയം നമ്മൾ ഏലക്ക ചേർത്തിട്ടാണ് ഈ നിലക്കടല പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഏലക്ക ചേർക്കാതെ നമ്മൾ നിലക്കടല മാത്രമായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളതെങ്കിൽ ഈ ഒരു സമയം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. റോസ്റ്റ് ചെയ്തെല്ലാം കൂടിയിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് സമയത്ത് ഇളക്കരുത്. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയേ ഉള്ളൂ. ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അത് നല്ല ചൂടല്ലേ, ചെറുതായിട്ട് ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ജസ്റ്റ് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. കയ്യിൽ പിടിക്കുന്ന ചൂടേ ഉള്ളൂ. നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. കുറച്ച് മിക്സ് എടുക്കുക, ആവശ്യത്തിനുള്ള മിക്സ് എടുക്കുക, എന്നിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഞാനൊരു നാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളകളായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. നല്ല ടൈറ്റ് ചെയ്തതുപോലെ ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഇതാ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. ചെറിയൊരു ചൂടോട് കൂടി തന്നെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ലഡു ഒക്കെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് നമുക്ക് ഒരാഴ്ച വരെ പുറത്ത് വെച്ചിട്ട് ബാക്കി ദിവസങ്ങളിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഹെൽത്തി ആയിട്ടുള്ള ലഡു ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്